everyone, welcome to the class. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MTSE, MSAT പോലെയുള്ള എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which among the following numbers is not divisible by 11? സോ മിക്കവാറും ഡിവിസിബിലിറ്റി റൂളൊക്കെ നമുക്കറിയണം. 2 കൊണ്ട് ഈവൻ നമ്പേഴ്സ് ഒക്കെ 2 കൊണ്ട് ഡിവിസിബിൾ ആവും. ആൻഡ് 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്, 5ൻ്റെ എന്താണ്, ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ ഡിവിസിബിലിറ്റി റൂൾ മസ്റ്റായിട്ടും പഠിക്കണം. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 11 ആണ്. സോ 11 ഒരു നമ്പർ തന്നിട്ട് അത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ദ ഈസിയസ്റ്റ് മെത്തേഡ് ഇസ് ഓൾട്ടർനേറ്റ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുക. അതായത് ഈവൺ പ്ലേസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക, ഓഡ് പ്ലേസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക ആൻഡ് ജസ്റ്റ് സബ്ട്രാക്ട് ദം. ഓക്കെ, ആൻഡ് ഇഫ് യു ഗെറ്റ് 0 or any number that is divisible by 11, then this given number is divisible by 11. So first number നോക്കാം, which is 6732. So odd placeൽ വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുക, അതായത് 6ഉം 3യും. 6 plus 3 which is 9. ഇനി ഈവൺ പ്ലേസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക, 7 plus 2 which is also 9. And 9 minus 9 is 0. So this number is divisible by 11. ഇനി ഈ നമ്പർ നോക്കാം, സെക്കൻഡ് വൺ 8049. സോ 8ഉം 4ഉം ആഡ് ചെയ്യുക, സോ യു ഗെറ്റ് 12. ദെൻ 0യും 9ഉം ആഡ് ചെയ്യുക, യു ഗെറ്റ് 9. ആൻഡ് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുക, സോ യു ഗെറ്റ് 3 വിച്ച് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. അതുകൊണ്ട് തന്നെ ഈ നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. സോ നമ്മുടെ ആൻസർ ഇതാണ് വരിക. ആൻഡ് ഓപ്ഷൻ സി ചെക്ക് ചെയ്യാം. ഓപ്ഷൻ സി എടുക്കുമ്പോൾ 6512 അല്ലേ. So 6 plus 1 7 ആണ്, 5 plus 2 7 ആണ്. So 7 minus 7 0. So this number is divisible by 11. Next one 9878. So 9 plus 7 എന്താണ്, 16 ആണ്. 8 plus 8ഉം 16 ആണ്. 16 minus 16 equal to 0. So this number is also divisible by 11. Okay. So ഞാനൊരു ജസ്റ്റ് റാൻഡം ഒരു നമ്പർ തരുന്നുണ്ട്, 34597. ഈ നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് യുവർ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഇക്വേഷൻ a minus 11 equal to c, റീപ്ലേസ് a and c വിത്ത് പ്രൈം നമ്പേഴ്സ്. എനെയും സിനെയും പ്രൈം നമ്പേഴ്സ് കൊണ്ടാണ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എയും പ്രൈം നമ്പർ ആയിരിക്കണം, സിയും പ്രൈം നമ്പർ ആയിരിക്കണം അല്ലേ. സോ ഇവിടെ ഓപ്ഷൻ നോക്കിയാൽ സി ഇവിടെ 0 പ്രൈം നമ്പർ അല്ല, ഇവിടെ 18 പ്രൈം നമ്പർ അല്ല, ആൻഡ് ഹിയർ ഇവിടെ ഇതും പ്രൈം നമ്പേഴ്സ് അല്ല അല്ലേ. സോ ഇവിടെ തന്നിട്ടുള്ള ആകെ ഓപ്ഷൻ 13ഉം 2 ആണ്, രണ്ടും പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ളത്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ a 13ഉം c 2ഉം എടുക്കാം അല്ലേ. സോ 13 minus 11 is equal to 2. Yes. So option A is the right answer. Next one, 86 half whole square 87 half whole square minus 86 half whole square. Okay, so this is of the form a square minus b square formula ആണുള്ളത് അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ഈ ഐഡിയ വെച്ച് നമുക്ക് ഓർമ്മ വരണം കേട്ടോ. സോ ദിസ് ഇസ് a square minus b square ഫോർമുല ആണുള്ളത്, which is a square minus b square is a plus b into a minus b. റൈറ്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് എ സ്ക്വയർ എന്താണ് 87.5. സോ 87.5 പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ, ബി ഈസ് 86.5. റൈറ്റ്, എ പ്ലസ് ബി എന്ന് എഴുതി. ഇനി എ മൈനസ് ബി, a square minus b square is equal to a plus b into a minus b. Okay, so ഇവിടെ 87.5 minus 86.5. See, ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 174 എന്ന് കിട്ടും അല്ലേ. ഇൻറ്റു വാട്ട് ഇസ് ദിസ്, 87.5 മൈനസ് 86.5. 87ഉം 86ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ് അല്ലേ. യെസ്, സോ ഇറ്റ്സ് ജസ്റ്റ് 1. സോ 174 ഇൻറ്റു 1. So the answer is 174. So കണ്ടപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയെങ്കിലും നമുക്ക് ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റി അല്ലേ. യെസ്. നെക്സ്റ്റ് വൺ, ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 12 and 10. ഈസിയാണ്. 12ൻ്റെ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 1 12 2 6 and 3
4. ഇതൊക്കെയാണ് നമ്മുടെ 12ൻ്റെ കോമൺ ഫാക്ടേഴ്സ്. ഇനി 10ൻ്റെ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 10, 2, 5. യെസ്, സോ 4 ഫാക്ടേഴ്സ്, കോമൺ ഫാക്ടേഴ്സ് അല്ല, 10ൻ്റെ ഫാക്ടേഴ്സ് 4 ഫാക്ടേഴ്സ് ആണുള്ളത്. ആൻഡ് ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 1ഉം 2ഉം ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, x plus 1 by x is equal to 2, then the value of x raised to 1001. ഇതിൽ നല്ലൊരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടണം. അങ്ങനെയുള്ള നമ്പർ ഏതാ? വളരെ ഈസിയാണ്. എക്സിന് 1 മാത്രമേ അവിടെ പോസിബിലിറ്റി ഉള്ളൂ അല്ലേ? അപ്പോൾ എക്സ് 1 ആണെങ്കിൽ എക്സിൻ്റെ മീൻസ് റെസിപ്രോക്കൽ എന്താ? റെസിപ്രോക്കൽ 1/1 ആണ്, വിച്ച് ഇസ് അഗൈൻ 1, റൈറ്റ്? സോ ദിസ് ഇസ് ലൈക്ക് 1 + 1 = 2. ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടണമെങ്കിൽ ദ ഓൺലി പോസിബിലിറ്റി ഈസ് ദ നമ്പർ ഷുഡ് ബി 1. ഓക്കെ, സോ എക്സ് എന്നുള്ള നമ്പർ ഇവിടെ 1 ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ എക്സ് ഇസ് 1. സോ 1 raised to any number is 1. So the answer is 1 raised to 1001 is equal to 1. Answer is option A. Clear alle? Yes. Next question. The last 2 digits in the product of 75 into 99 is. Okay. So ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാം. ഇവിടെ 99 ഉണ്ട് അല്ലേ? 99 can be written as 100 minus 1. അല്ലേ? സോ 75 into 100 minus 1. So which is 7500 minus 75. Right? 7500 minus 75. So ലാസ്റ്റ് ഡിജിറ്റിൽ എന്തായാലും എന്തുണ്ടാവും? 25 എന്നുള്ള നമ്പർ ഉണ്ടാവും അല്ലേ? കാരണം ഇവിടെ നോക്കാം, ദിസ് ഇസ് ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് എന്താ? 75 ആണ്. ഫ്രം 7500 നിന്ന് 75 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. സോ ലാസ്റ്റ് 2 ഡിജിറ്റിൽ എന്താണ്? 25 എന്നുള്ള നമ്പർ ഉണ്ടാവും. ലാസ്റ്റ് 2 ഡിജിറ്റ് 25 ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. 100 minus 75 is 25 അല്ലേ? വിച്ച് നമ്പർ ഇസ് ഡിഫറെൻറ്റ്? ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏത് നമ്പറാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു കോമൺ ബാക്കിയുള്ളതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കിത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വെച്ച് നോക്കാം അല്ലേ? സോ ഈ ഒറ്റ നമ്പർ മാത്രമാണ് പെർഫെക്റ്റ് സ്ക്വയർ, ബാക്കിയുള്ളതൊന്നും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല. സോ അതുകൊണ്ട് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, 30 ഈസ് റിട്ടൺ ആസ് ദ സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ്, വിച്ച് വൺ ഇസ് റോങ്? സോ 30 പ്രൈം നമ്പേഴ്സിൻ്റെ സം ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. 23 + 7 is equal to 30. 17ഉം 13ഉം പ്രൈം നമ്പേഴ്സ് ആണ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 30 എന്ന് കിട്ടും. അതുപോലെ ഇത് ആഡ് ചെയ്താലും 30 എന്ന് കിട്ടും, ഇത് ആഡ് ചെയ്താലും 30 എന്ന് കിട്ടും. ഇത് രണ്ടും പ്രൈം ആണ്, വെറസ് ഇത് പ്രൈം നമ്പർ അല്ല. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റോങ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഇക്വേഷൻ ഈസ് റോങ്? സോ എപ്പോഴും ക്വസ്റ്റ്യൻസിൽ ഏതാണ് റോങ് എന്ന് ചോദിക്കുന്ന സമയത്ത് 4 ഓപ്ഷൻസ് തരും അല്ലേ? അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് നമ്മൾ സെർച്ച് ചെയ്യാറ് അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ അറിയാതെ ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തോന്നിയാൽ നമ്മൾ കറക്റ്റ് എന്ന് ടിക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? വിച്ച് ഇസ് റോങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തൊക്കെ വെക്കുക, റോങ് അല്ലെങ്കിൽ വിച്ച് ഇസ് നോട്ട് കറക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ നോട്ട് എന്നുള്ളതൊക്കെ ഒന്ന് ബോക്സ് ഇട്ട് വെക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു കേസിൽ റോങ്, വിച്ച് ഇസ് റോങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? സോ ഫസ്റ്റ് വൺ, റൂട്ട് ഓഫ് 400 മൈനസ് റൂട്ട് ഓഫ് 100 ഇസ് ഈക്വൽ ടു റൂട്ട് 100 എന്ന് എഴുതിയിട്ടുണ്ട്. സോ വാട്ട് ഇസ് റൂട്ട് 400? 20 ആണ്. വാട്ട് ഇസ് റൂട്ട് 100? 10 ആണ്. സോ 20 മൈനസ് 10 ഇസ് ഈക്വൽ ടു റൂട്ട് 100 എന്താണ്? 10 ആണ്. സോ 20 മൈനസ് 10 ഇസ് 10, വിച്ച് ഇസ് കറക്റ്റ്. സോ ഇത് കറക്റ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിയിൽ ദിസ് ഇസ് 10 പ്ലസ് 10 വിച്ച് ഇസ് 20. യെസ്, അതും കറക്റ്റാണ് അല്ലേ? ഇനി അടുത്തത് ഓപ്ഷൻ സി നോക്കാം. റൂട്ട് 200 പ്ലസ് റൂട്ട് 200 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വിച്ച് ഇസ് നോട്ട് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് അല്ല. റൂട്ട് 200 എന്ന് പറയുമ്പോൾ
10 root 2 plus 10 root 2 എന്നാണ് വരിക. Right? So which is equal to 10 plus 10, 20 root 2 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. But it is not equal to root 400. Root 400 എന്ന് പറഞ്ഞാൽ it is 20 ആണ്. So ഇതാണ് wrong ആയിട്ടുള്ളത്. So the answer is this one. ഇനി D എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യാം. 2 root 100. 2 root 100. So ഇവിടെ 400 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. So root of 400 എന്ന് പറഞ്ഞാൽ root of 4 into 100. So 4ന്റെ സ്ക്വയർ റൂട്ട് എന്താ 2 ആണ്. സോ 2 root 100 എന്ന് എഴുതിയാലും ഇത് കറക്റ്റ് ആണ്. റൈറ്റ്? സോ ഇതും കറക്റ്റ് ആണ്. സോ ദ റോങ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഫ്രം നമ്പേഴ്സ് 1 to 78 ഹൗ മെനി ആർ ഓഡ്? ഒരു 1 തൊട്ട് n വരെയുള്ള നമ്പേഴ്സിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഈസി. കാരണം ഇതിൻ്റെ പകുതി ഓഡ് നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? സോ പകുതി ഓഡ് നമ്പേഴ്സും പകുതി ഈവൻ നമ്പേഴ്സും ആയിരിക്കും ഉണ്ടാവുക. സോ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ 1 to 78 ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? ദാറ്റ് ഇസ് 78ന്റെ പകുതി. സോ വിച്ച് ഇസ് 39. ഓക്കെ, നെക്സ്റ്റ് വൺ, the sum of 3 consecutive numbers is given. What is the difference between the first and third number? നമുക്ക് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുക അല്ലേ. ഇത് n ആണെങ്കിൽ ഇത് n+1 ആയിരിക്കും, അടുത്തത് n+2 ആയിരിക്കും. സോ ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ഇസ് ഓൾവേസ് 2. ഓക്കെ, നെക്സ്റ്റ് വൺ, എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 5 leaves a remainder 3. What is a remainder when the square of the same number is divided by 5? So ഒരു നമ്പറിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 5k + 3. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ, അതായത് നമ്മൾ 5 കൊണ്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തത് അല്ലേ. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ലീവ്സ് റിമൈൻഡർ 3 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്പറിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 5, whereas this is not divisible by 5. അവിടെ റിമൈൻഡർ 3 എന്ന് നമുക്ക് കിട്ടും. സോ അതാണ് ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുക എന്ന് പറയുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ദ നമ്പർ ഇസ് 5k + 3. ഇനി ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം കേട്ടോ. സ്ക്വയർ ചെയ്യണം, ഈ നമ്പറിനെ സ്ക്വയർ ചെയ്യണം. സോ നമുക്ക് സ്ക്വയർ ചെയ്യാൻ അറിയില്ല. a + b ഹോൾ സ്ക്വയർ എന്താണ്? a² + 2ab + b² അല്ലേ. അപ്പോൾ അതുപോലെ ഞാനിവിടെ സ്ക്വയർ ചെയ്യണം. 5k ഹോൾ സ്ക്വയർ + 2 × 5k × 3 + 3². റൈറ്റ്? ഇനി ഈ സ്ക്വയർ നമ്പറും എന്താണ്? സ്ക്വയർ നമ്പറിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമുക്കറിയാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടേം 5ൽ പോവും, ഈ ടേമും 5ൽ ഡിവിസിബിൾ ആണ്, വെറസ് ഈ ടേം മാത്രം 5ൽ ഡിവിസിബിൾ അല്ല. എന്ന് വെച്ചാൽ ഇവിടെ 3 ആണ് റിമൈൻഡർ വന്നത്. 3ൻ്റെ സ്ക്വയർ ആണ് ഇവിടെ അല്ലേ. സോ സ്ക്വയർ ചെയ്യുമ്പോൾ റിമൈൻഡറിൻ്റെ സ്ക്വയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ 3² എന്ന് പറയുമ്പോൾ 9 ആണ്. സോ 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? 4 എന്നാണ് വരിക. സോ ഈ സ്ക്വയർ നമ്പറിനെ ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? 4 തന്നെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ദാറ്റ് ഈസ് യു ഹാവ് എ നമ്പർ, നമ്മളൊരു നമ്പറിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ റിമൈൻഡർ 2 ആണ് വന്നത്. ഓക്കെ, റിമൈൻഡർ 2 ആണ് വന്നത്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, 2 ആണ് വന്നത്. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യാണ്. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ നമ്പറിനെ നമ്മൾ സ്ക്വയർ ചെയ്യാണ്. സോ എന്താ വരിക? സ്ക്വയർ ചെയ്യുമ്പോൾ 7k² + 2 × 7k × 2 + 2². ഇനി ഇതിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഡിവിസിബിൾ ബൈ 7, ദിസ് ഇസ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ 7 കൊണ്ട് ഡിവിസിബിൾ ആവാത്തത് ഈ 2ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയ റിമൈൻഡറിൻ്റെ സ്ക്വയർ. സോ 4 ഇസ് ദ റിമൈൻഡർ. ഈ കേസിൽ എന്താ റിമൈൻഡർ വരിക? 4 ആണ് റിമൈൻഡർ വരിക. യെസ്, ബിക്കോസ് 4 ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 7. സോ റിമൈൻഡർ നമുക്ക് 4 ആയിട്ടാണ് ഉണ്ടാവുക. ഇവിടെ നോക്കുകയാണെങ്കിൽ 3² എന്നാണ് വന്നിട്ടുള്ളത് 9. സോ 9നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
നമുക്ക് അഗെയിൻ റിമൈൻഡർ എന്താ വരിക 4 എന്നാണ് വരുന്നത്. സോ 4 ഈസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. If 15 book cost rupees 35, what do 21 book cost? So 15 books. ഇത് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് 15 ബുക്സിന് 35 റുപ്പീസ് ആണ്. ഓക്കെ, റുപ്പീസ് 35. സോ 21 ബുക്സിന് എത്ര വരുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ്സ് ടേക്ക് ദിസ് ആസ് എക്സ്. ഓക്കെ, എന്നിട്ട് നമുക്ക് റേഷ്യോ എടുക്കാം. That is 15 divided by 21 is equal to, അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. തിരിച്ചെടുത്താൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എക്സ് എന്നുള്ളത് ന്യൂമറേറ്ററിൽ വരും. ഓക്കെ, സോ 21 by 15 is equal to x by 35. So x is equal to 21 by 15 into 35. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ ഇവിടെ 3 എന്ന് വരും, ഇവിടെ എന്ത് വരും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 7 എന്ന് വരും. ആൻഡ് 21 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ അഗെയിൻ 7 എന്ന് കിട്ടും. സോ 7 into 7 49. യെസ്, സോ 49 ഈസ് ദി ആൻസർ. സോ 21 ബുക്സിന് എത്ര റുപ്പീസാണ് ഉണ്ടാവുക? 49 റുപ്പീസ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ. If the ratio of the numbers of boys and girls in a school is 2:5, if there are 350 students, find the number of girls. സോ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം 2:5 എന്നുള്ള റേഷ്യോയിലാണ് തന്നിട്ടുള്ളത് അല്ലേ? ബോയ്സിൻ്റെ റേഷ്യോ ഗേൾസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. സോ ഗേൾസിൻ്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഗേൾസ് ഇവിടെ 5 ആണ് അല്ലേ? 2:5. സോ 5 പാർട്സ് ആണ് ഗേൾസ് ഉള്ളത്. ഔട്ട് ഓഫ് ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? ടോട്ടൽ 7 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 2 പാർട്സ് ബോയ്സും 5 പാർട്സ് ഗേൾസും ആണ് അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം. 350 എന്നുള്ളതിന് 350ൻ്റെ 5/7 ആണ് ഗേൾസ് ഉണ്ടാവുക അല്ലേ? അതായത് 7 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 2 പാർട്സ് ബോയ്സും 5 പാർട്സ് ഗേൾസും ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് വാട്ട് ദിസ് സേസ്, റൈറ്റ്? സോ 350ൻ്റെ 5/7 ചെയ്താൽ വി ഗെറ്റ് നമ്പർ ഓഫ് ഗേൾസ്. സോ ദാറ്റ് ഈസ് 7 into 5 35. സോ 50. So 5 into 5 25. So 250 is the answer. Okay, ഇതേ തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലും ചെയ്യാം. ദാറ്റ് ഈസ് എങ്ങനെയാണ് തന്നത്? 2:5 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? സോ 2x ആണ് ബോയ്സ് എന്ന് വിചാരിക്കാം. ഗേൾസ് എത്രയായിരിക്കും? 3x ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് 2x plus 3x ടോട്ടൽ സ്റ്റുഡൻസ് ആണ്, വിച്ച് ഇസ് 350. സോ 5x എന്ന് പറയുന്നത് 350 ആണ്. So x equal to 350 divided by 5, which is 70. Right? So x is 70 എന്ന് കിട്ടി. So what is number of girls? This is 5x. So 5x equal to 350. Sorry, 2x is to 5x എന്നാണ് കേട്ടോ. 2:3 എന്നല്ല, 2:5x എന്നാണ്. So this is 5x. So total number of students എന്താണ്? 2x plus 5x ആണ്, which is equal to 350. So 7x is equal to 350. So x equal to 350 divided by 7. 7 into 5 ആണ് 35. So 50. So x equal to 50 എന്ന് കിട്ടി. So what is number of girls? Which is equal to 5x ആണ്. So 5 into 50, which is 250. Clear? So രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ 7 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 2 പാർട്സ് ബോയ്സും 5 പാർട്സ് ഗേൾസും ആണ്. ദാറ്റ് ഈസ് വാട്ട് ദിസ് റേഷ്യോ മീൻസ് അല്ലേ? 2:5 എന്ന് പറഞ്ഞാൽ 2 പാർട്സ് ബോയ്സും 5 പാർട്സ് ഗേൾസും. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 7 പാർട്സ് ആണുള്ളത്. സോ ഗേൾസിൻ്റെ എത്രയാണ് കൗണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് 5/7 ചെയ്താൽ മതി. ഔട്ട് ഓഫ് 7ൽ 5 ആണ് ഗേൾസ്. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് വൺ. The ratio of diagonals of 2 squares is 4:3. Find the ratio of their areas. So area എന്ന് പറയുമ്പോൾ a സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ 2 സ്ക്വയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് A1 A2 എന്ന് വിളിക്കാം ഏരിയന്. ഒരു സൈഡ്, അതിൻ്റെ സൈഡ് ലെങ്ത് എന്തായിരിക്കും? ഇത് A1ഉം ഇത് A2ഉം, റൈറ്റ്? സോ ദിസ് ഇസ് A1 സ്ക്വയർ ആൻഡ് ദിസ് ഇസ് A2 സ്ക്വയർ. ഓക്കെ, so area is A1 square is to A2 square ആണ് ഏരിയ വരിക.
സോ വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ ഏരിയാസ് ആണ്. പക്ഷേ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇവിടെ ഡയഗണൽസിന്റെ റേഷ്യോസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡയഗണൽസും ഈ സൈഡ്സും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഒരു സ്ക്വയറിന്റെ ഈ ഡയഗണൽ എന്തായിരിക്കും? ദിസ് ഇസ് A1, this is A1, this is A1, this is A1. So what is this one? നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ നമുക്കറിയാം this is A1, this is A1. So what is this length? ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, which is A1 root 2. അല്ലേ? ഇതെന്തായിരിക്കും? This is A2 root 2. So diagonals എന്ന് പറഞ്ഞാൽ A1 root 2 is to A2 root 2 ആണ്. അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? 4:3 എന്ന് തന്നിട്ടുള്ളത്. അല്ലേ? 4:3 എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമുക്കറിയാം A1 to A2ൻ്റെ റേഷ്യോ എന്താണ്? 4:3 എന്ന് തന്നെ ആയിരിക്കും. സൈഡ്സിൻ്റെ റേഷ്യോയും 4:3 തന്നെ ആയിരിക്കും. കാരണം ഇതിൽ √2 രണ്ടിലും കോമൺ ആണ് അല്ലേ? സോ A1 to A2 എന്ന് പറയുന്നതിൻ്റെ റേഷ്യോയും എന്തായിരിക്കും? 4:3 തന്നെയാണ്. ഓക്കെ അല്ലേ? യെസ്. സോ അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? A1 സ്ക്വയർ to A2 സ്ക്വയറിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോസിൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് 4 സ്ക്വയർ to 3 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 to 9, which is option C. Clear അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, the ratio of two numbers is 3:2. If each number is decreased by 12, the ratio becomes 2:1. Find the sum of two numbers. സോ രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ 3:2 ആണ്. അപ്പോൾ ഒരു നമ്പർ 3x ആണെങ്കിൽ മറ്റേ നമ്പർ 2x ആയിരിക്കും അല്ലേ? കാരണം 3:2 ആണ് അതിൻ്റെ റേഷ്യോ. ഇഫ് ഈച്ച് നമ്പർ ഇസ് ഡിക്രീസ്ഡ് ബൈ 12, സോ 3x - 12, മറ്റേ നമ്പറിനെയും നമ്മൾ 12 കൊണ്ട് ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, സോ പുതിയ റേഷ്യോ എന്താണ്? 2:1 ആണ്. ഓക്കെ, so 3x - 12 divided by 2x - 12 is equal to 2/1. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ദാറ്റ് ഈസ് 3x - 12 by 2x - 12 is equal to 2/1. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? സോ 3x - 12 is equal to 2 into 2x - 12. സോറി. സോ 4x - 24. യെസ്. സോ ഇത് സോൾവ് ചെയ്താൽ വിൽ ഗെറ്റ് 4x - 3x. 3xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം ആൻഡ് ഈ -24നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ ദിസ് ബിക്കംസ് x is equal to 24 - 12, which is 12. സോ x equal to 12. x 12 ആണ്. പക്ഷെ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫൈൻഡ് ദ സം ഓഫ് ദി ടു നമ്പേഴ്സ്. ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും സം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വിച്ച് ഇസ് 3x + 2x, ദാറ്റ് ഈസ് ഈക്വൽ ടു 5x. ഇതാണ് സം. ദാറ്റ് ഈസ് 5 into x. നമുക്ക് എന്താ കിട്ടിയത്? 12 ആണ്, which is 60. So the answer is 60. Option B is the answer. Clear അല്ലേ? Next one. Yes. A is 1/3 of B. B is 1/2 of C. What is the ratio of A is to B is to C? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിനെയും ഒരേ ഫോമിലേക്ക് മാറ്റി എഴുതുക. ഐദർ എല്ലാത്തിനെയും എയുടെ ടേംസിൽ എഴുതുക, അല്ലെങ്കിൽ ബിയുടെ ടേംസിൽ എഴുതുക, അല്ലെങ്കിൽ സിയുടെ ടേംസിൽ എഴുതുക. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. എ എന്ന് പറയുന്നത് എന്താണ്? 1/3 of B ആണ്, എന്ന് വെച്ചാൽ B/3. ആൻഡ് ബി ഈസ് ഹാഫ് ഓഫ് സി, എന്ന് വെച്ചാൽ C/2. റൈറ്റ്? സോ ഇതിൽ നിന്ന് എനിക്കറിയാം C is equal to 2B എന്ന് എഴുതാം. റൈറ്റ്? സിന് 2B എന്ന് എഴുതി, എന് B/3 എന്ന് എഴുതി. ഓക്കെ, സോ A is to B is to C can be written as, എന് ഞാൻ എന്ത് എഴുതും? എല്ലാത്തിനും ഒരേ ഫോമിലേക്ക് എഴുതുകയാണ്. ദാറ്റ് ഈസ് എന് B/3 എന്ന് എഴുതി, ആൻഡ് ബിന് B എന്ന് തന്നെ എഴുതാം, ആൻഡ് സിനെ നമുക്ക് എന്ത് എഴുതാം? 2B എന്ന് എഴുതാം. റൈറ്റ്? ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്ററിൽ 3 എന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ റേഷ്യോസ് തരുമ്പോൾ ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ഡസൻ ചേഞ്ച്. ഓക്കെ, സോ എല്ലാത്തിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ബിക്കംസ് 3 into B/3, which is B. 3 into B, which is 3B. 2B into 3, which is 6B. Okay,
ഇനി ഇതെല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ് ബി. സോ ബീനെ റിമൂവ് ചെയ്യുക. സോ ഇറ്റ് ബിക്കംസ് 1:3:6. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇതാണ് ഇതിൻ്റെ റേഷ്യോ. A:B:C എന്ന് പറയുമ്പോൾ 1:3:6 എന്നുള്ള റേഷ്യോയിലാണ് ഇതുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. സോ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ വൺ. A multiple of 8 which is 96. Next one, find the average of squares of consecutive even numbers till 10. 10 വരെയുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് സമ്മിൻ്റെ മീൻസ് ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ്. സോ 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട് അല്ലേ? സോ ഇതിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 4 ആണ്, ഇത് 16 ആണ്, ഇത് 36 ആണ്, ഇത് 64 ആണ്, ഇത് 100 ആണ്. സോ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 200 ആയി. ആൻഡ് ഇത് കൂടെ ആഡ് ചെയ്താൽ 20. സോ വിച്ച് ഇസ് 220. ഇതാണ് സമ്മ് വരുന്നത്. സോ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5. സോ ഡിവൈഡ് ബൈ 5. സോ 5 × 4 20. സോ 44 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ആവറേജ് ഇസ് 44. Clear? Yes. So let's go to the next question. How many 4-digit numbers are there? So എത്ര 4-digit numbers ഉണ്ട്? എത്ര ഉണ്ട്? 1000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? And what is the last number? It is 9999. Right? So ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് +1 ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് കിട്ടും അല്ലേ? So 9999 minus 1000. So which is 8999 എന്നാണ് വരിക. റൈറ്റ്? ഇതിൻ്റെ കൂടെ +1 എന്നും കൂടി ചെയ്യണം, കാരണം ആ നമ്പറും കൂടെ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? സോ +1 ചെയ്യുമ്പോൾ 8999 +1 which is 9000 is the answer. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ 1 തൊട്ട് നമുക്കറിയാവുന്ന നമ്പേഴ്സ് എടുത്തിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദാറ്റ് ഇസ് 10 തൊട്ട് 99 വരെ. 10 തൊട്ട് 99 വരെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 തൊട്ട് നമുക്ക് ടോട്ടൽ ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്നുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മളിപ്പോൾ അത് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? ഇങ്ങനെയായിരിക്കും. നമുക്കറിയാം 99 ആണ് ലാസ്റ്റ് 2 ഡിജിറ്റ് ആൻഡ് ഫസ്റ്റ് 2 ഡിജിറ്റ് 10 ആണ് അല്ലേ? എന്ന് വെച്ചാൽ 99ൽ നിന്ന് നമ്മൾ 9 സബ്ട്രാക്ട് ചെയ്താൽ 90 ആണ് ആൻസർ വരിക അല്ലേ? ടോട്ടൽ 90 ഉണ്ട്. സോ നമ്മളിത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 99 മൈനസ് 10 ചെയ്താൽ വി ഗെറ്റ് 89. അതിൻ്റെ കൂടെ +1 കൂടെ ചെയ്യണം അല്ലേ? അപ്പോൾ സെയിം മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എന്താണ് ഇവിടെ 1000ന് 9999 സബ്ട്രാക്ട് ചെയ്തു ആൻഡ് +1. ഓക്കെ, ക്ലിയർ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. ചിലപ്പോൾ അറിയാണ്ട് 8999 എന്നൊക്കെ നമ്മൾ എഴുതി പോകും. Next one, if A takes 8 hours to cover a first distance and B is 4 times faster than A, then what time will B take to cover the same distance? Same distance. ഇപ്പോൾ രണ്ടും ട്രാവൽ ചെയ്യുന്നത് സെയിം ഡിസ്റ്റൻസ് ആണ്. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് x. ഓക്കെ, സോ ഫസ്റ്റ് എയുടെ കേസിൽ എയുടെ സ്പീഡ് നോക്കാം. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സോ ഡിസ്റ്റൻസ് എത്രയാണ്? x ആണ്, ടൈം 8 hours. ഓക്കെ, ഇനി നമ്മുടെ സ്പീഡ് ബിയുടെ സ്പീഡ് എങ്ങനെയാണ്? 4 times എയുടെ സ്പീഡാണ്. 4 times എയുടെ സ്പീഡാണ് കേട്ടോ. ഇനി what is the time taken by B to cover the same distance എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടൈം ടേക്കൺ ബൈ B is equal to distance traveled divided by speed of B. Right? So that is x by speed of B എന്താണ്? 4 times SA എന്നാണ് അല്ലേ? That is 4 times x by 8 എന്ന് വെച്ചാൽ it is 2, x by 2. Right? x by 2. So SB എന്ന് പറഞ്ഞാൽ x by 2 ആണ്. So which is x cancel ചെയ്തു and 2 ന്യൂമറേറ്ററിൽ വരും. So it's 2. So time taken by B is 2 hours, which is option A. Clear അല്ലേ? Next one, if the radius of the circle is increased by 5%, find the percentage increase in the circumference.
ഇത് നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. റേഡിയസ് ഇൻക്രീസ്ഡ് ബൈ 5%. ഓക്കെ, സോ സർക്യൂംഫറൻസിന്റെ ഫോർമുല എന്താ? 2πr ആണ് അല്ലേ? അപ്പോൾ സർക്യൂംഫറൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ജസ്റ്റ് ഈ ഒരു ആറിനെ മാത്രമാണ്. 2π എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്, റൈറ്റ്? സോ ഇറ്റ് ജസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ആർ. സോ ആർ 5% ഇൻക്രീസ് ചെയ്താൽ സർക്യൂംഫറൻസും 5% ഇൻക്രീസ് ചെയ്യും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? Next one, if the difference between 10% of the difference between two numbers is 4, the number differ by. That is, difference between 10% of the difference between two numbers is 4. എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എക്സും വൈ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ 10% of the difference between two numbers എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ 10%. What is the 10% of x? 10/100 of x, which is 0.1x, right? What is 10% of y? So which is 0.1y. Okay, so ഇതിൻ്റെ 10%ൻ്റെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും 10%കളുടെ ഡിഫറൻസ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ 0.1x മൈനസ് 0.1y ഇസ് ഈക്വൽ ടു 4 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 0.1 ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. സോ വാട്ട് ഈസ് എക്സ് മൈനസ് വൈ എന്നാണ് ചോദ്യം. സോ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 0.1, സോ വിച്ച് ഇസ് 40. ഓക്കെ, 0.1 എന്ന് പറഞ്ഞാൽ 1/10 അല്ലേ? So it is 40. ഓക്കെ അല്ലേ? യെസ്. ഇനി ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്സിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.